2025 ഈ ആദ്യ മാസം ഏകദേശം തീർന്നു. ചില ദിവസങ്ങൾ മാത്രം, മണിക്കൂറുകൾ മാത്രം. നാം അറിയേണ്ടത് ഈ 2025 ഒന്നും പുതുതാകുന്നില്ല. ചിലരുടെ വിചാരം 2025 വന്നതുകൊണ്ട് എല്ലാം പുതുതാകുമെന്ന്. ഇല്ല, ഇത് ഒരു വർഷം പോലെ മാത്രമേ ഉള്ളൂ. 2025 പുതുതാകുന്നില്ല. എന്നാൽ നമുക്ക് 2025 പുതിയതാക്കാൻ കഴിയും. വിശ്വസിച്ചും പ്രാർത്ഥിച്ചും ഉപവാസത്തോടെ ദൈവസന്നിധിയിൽ സമയം ചെലവഴിച്ചും ഈ വർഷത്തിൻ്റെ നല്ല സമയങ്ങൾ ദൈവത്തോടുകൂടെ നടന്നും നമുക്ക് ഈ വർഷത്തെ പുതുതാക്കാൻ കഴിയും. അല്ലെങ്കിൽ കഴിഞ്ഞ വർഷം നടന്നതുപോലെ നടന്നാൽ ഈ വർഷവും കഴിഞ്ഞ വർഷവും പോലെ തന്നെ. കഴിഞ്ഞ വർഷങ്ങളും ഈ വർഷത്തിൻ്റെ ആരംഭ സമയം അനേകർക്ക് അനർത്ഥമായിരുന്നു. എന്നാൽ ദൈവത്തെ സേവിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് എല്ലാം നന്മയായി മാറും. അപ്പോൾ നമുക്ക് കർത്താവിനെ ഒന്ന് വിശ്വസിക്കാം. ഈ വർഷത്തെ വേണമെങ്കിൽ നമുക്ക് നല്ലതാക്കാം. ഈ വർഷത്തെ വേണമെങ്കിൽ നോർമൽ വർഷമാക്കി മാറ്റാം. ഈ വർഷത്തെ ഒരു അത്ഭുത വർഷമാക്കി മാറ്റാം. സമൃദ്ധിയുടെ കൊടുമുടിയിലെത്തുന്ന വർഷമാക്കി മാറ്റാം. ഇതൊക്കെ നമ്മൾ എടുക്കുന്ന എഫർട്ടുകളാണ്. നമ്മൾ വിശ്വസിക്കുകയും മണിക്കൂറുകൾ ദൈവസന്നിധിയിൽ വചനത്തിൽ ചെലവഴിക്കുകയും ചെയ്യുമ്പോൾ അതിൻ്റെ റിസൾട്ട് നമുക്കുണ്ടാകും. എന്നാൽ കഴിഞ്ഞ വർഷങ്ങളെപ്പോലെ വെറുതെ സമയം കളയാതെ ഒരു ദിവസത്തിൻ്റെ, ഒരാഴ്ചയുടെ, ഒരു മാസത്തിൻ്റെ പ്രധാന സമയങ്ങൾ കർത്താവിന് വേണ്ടി കൊടുത്താൽ, മറിയ നല്ല അംശം തിരഞ്ഞെടുത്ത് യേശുവിൻ്റെ പാദപീഠത്തിൽ ഇരുന്നത് പോലെ ഇരുന്നാൽ അസാധാരണ അത്ഭുതങ്ങളും അടയാളങ്ങളും നമ്മുടെ വീടുകളിൽ ഒരു സാധാരണ സംഭവമായിട്ട് മാറും. ഇന്ന് ഭൂമിയിലുള്ള പല ദൈവദാസന്മാരും അവരുടെ സഭകളും അവർ വളരെയധികം അത്ഭുതങ്ങൾ കാണുന്നു. കാരണം അവർ കണ്ണുനീരോടെ വിതച്ചു, അതുകൊണ്ട് അവർ ആർപ്പോടെ കൊയ്യാനിടയായി. നമുക്ക് കർത്താവിൽ വിശ്വസിക്കാം. വലിയ വില കെട്ടിവെക്കാൻ ഈ വർഷം ഓരോ ദിവസത്തിൻ്റെയും ഓരോ വിലപ്പെട്ട സമയങ്ങൾ ദൈവത്തിനു വേണ്ടി വേർതിരിപ്പാനും യേശു നമുക്ക് കൃപ തരട്ടെ. അതിനുള്ളൊരു ഉത്സാഹവും ആവേശവും തീരുമാനശേഷിയും കർത്താവ് തരട്ടെ. ചേർന്ന് പാടി യേശുവിനെ ആരാധിക്കാം. Turn your eyes upon Jesus. Look full in His wonderful face, and the things of earth will grow strangely dim in the light of His glory and grace. Turn your eyes upon Jesus. Look full in His wonderful face, and the things of earth will grow strangely dim in the light of His glory and grace. Turn your eyes upon Jesus. Look full in His wonderful face, and the things of earth will grow strangely dim in the light of His glory and grace. And the things of earth will grow strangely dim in the light of His glory and grace. Yogine Aradine Yogine
എന്നേശുവേ യോഗ്യനേ ആരാധ്യനേ യോഗ്യനേ 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 എന്നേശുവേ. യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായത്തിൻ്റെ 15-ാം വാക്യം. അവരെ ലോകത്തിൽ നിന്ന് എടുക്കണമെന്നല്ല, ദുഷ്ടന്റെ കയ്യിൽ അകപ്പെടാതെ വണ്ണം അവരെ കാത്തുകൊള്ളണം എന്നത്രേ ഞാൻ അപേക്ഷിക്കുന്നത്. കർത്താവേ, ഞാൻ ലൗകികനല്ലാത്തതുപോലെ അവരും ലൗകികന്മാരല്ല. ഞാൻ നിന്റെ വചനം അവർക്ക് കൊടുത്തപ്പോൾ അവർ ലോകത്തിൽ നിന്ന് വേർതിരിക്കപ്പെട്ടു. അവർ സൂപ്പർ നാച്ചുറലായി. 2 കൊരിന്ത്യർ 5:17 പോലെ പുതിയ സൃഷ്ടിയായി. പഴയത് കഴിഞ്ഞുപോയി. അതുകൊണ്ട് ലോകം അവരെ വെറുക്കുന്നു. അവരെ ലോകത്തിൽ നിന്ന് എടുക്കണമെന്നല്ല, അവരെ സംരക്ഷിക്കണമെന്നത്രേ ഞാൻ അപേക്ഷിക്കുന്നു. ദുഷ്ടന്റെ കയ്യിൽ അകപ്പെടാതെ വണ്ണം അവരെ കാത്തുകൊള്ളണം. പിശാച് വീണ്ടും അവരെ കുരുക്കി പഴയതിലേക്ക് വലിച്ചുകൊണ്ട് പോകരുത്. വീണ്ടും അടിമ നുകത്തിൽ കുടുങ്ങരുത്. വീണ്ടും പഴയതിലേക്ക് ഛർദിച്ച നായ് ഛർദിച്ചതിലേക്ക് തിരിയുന്നത് പോലെ അവർ വീണ്ടും പഴയതിലേക്ക് പിന്മാറ്റത്തിലേക്ക് പോകരുത്. ദുഷ്ടന്റെ കയ്യിൽ അവർ പെടരുത്. അവരെ നശിപ്പിക്കാൻ പിശാചിന് കഴിയരുത്. സാത്താൻ ശീമോനെ കോതമ്പ് പോലെ പാറ്റാൻ നോക്കിയതുപോലെ എല്ലാവരെയും, രക്ഷിക്കപ്പെട്ട എല്ലാവരെയും പിശാച് നശിപ്പിക്കാൻ, ഇല്ലായ്മ ചെയ്യാൻ എല്ലാം ശ്രമിക്കും. കാരണം അവൻ്റെ കയ്യിൽ നിന്ന് തെന്നി മാറിയവരാണ് നാം. സ്നേഹസ്വരൂപനായ പുത്രൻ്റെ രാജ്യത്തിൽ ആക്കപ്പെട്ടവരാണ് നാം. അതുകൊണ്ട് യേശു പ്രാർത്ഥിക്കുകയാണ്, പിതാവേ, ദുഷ്ടൻ്റെ കയ്യിൽ നിന്ന് അവരെ സംരക്ഷിക്കണമെന്ന് ഞാൻ അപേക്ഷിക്കുന്നു. അവരെ കാത്തുകൊള്ളണം. യേശു നമ്മെ വേലി കെട്ടി സൂക്ഷിക്കുകയാണ്. യഹസ്കേൽ പ്രവചനത്തിൽ വായിക്കുന്ന പോലെ ദേശം നശിച്ചു പോകാതിരിക്കേണ്ടതിന്, ഇടിവിൽ നിന്ന് പ്രാർത്ഥിക്കേണ്ടതിന് ഒരു മനുഷ്യനെ അന്വേഷിച്ചു കണ്ടില്ലെന്ന്. എന്നാൽ ആ അന്വേഷിച്ചിട്ട് കാണാതെ വന്നപ്പോൾ കർത്താവ് തന്നെ നേരെ തന്നെത്താൻ താഴ്ത്തി വേഷത്തിൽ മനുഷ്യനായി ഈ ഭൂമിയിൽ വന്നിട്ട് ഭൂമിയിലിരുന്ന് രാത്രി മുഴുവനും പ്രാർത്ഥനയാണ്. യേശു ഈ ഭൂമിയിലായിരുന്നപ്പോൾ ഏറ്റവും കൂടുതൽ ചെയ്തത് പ്രാർത്ഥനയാണ്. 33.5 വയസ്സുവരെ ഈ ഭൂമിയിലായിരുന്നപ്പോൾ യേശുവിൻ്റെ നല്ല സമയം മുഴുവനും പ്രാർത്ഥനയായിരുന്നു. നമ്മളാകെ യേശുവിനെ കാണുന്നത് 3.5 വർഷമാണ്. ബാക്കി സമയം മുഴുവനും യേശുവിൻ്റെ കുഞ്ഞുനാൾ 12-ാം വയസ്സിൽ പോലെ യേശു പറഞ്ഞു, എൻ്റെ പിതാവിനുള്ളതിൽ ഞാനും ഇരിക്കണം. എന്ത്? പ്രാർത്ഥനയിൽ. എൻ്റെ പിതാവിൻ്റെ ആലയത്തിലിരിക്കണം, പ്രാർത്ഥനയിലിരിക്കണം. യേശു ദേവാലയത്തിലേക്ക് പോകുന്നത് നമുക്കറിയാം. വിൽക്കുന്നവരെ വാങ്ങുന്നവരെ എല്ലാം പുറത്താക്കിയത്. എൻ്റെ പിതാവിൻ്റെ ആലയം പ്രാർത്ഥനാലയമെന്ന് വിളിക്കപ്പെടും. കൊച്ചുനാൾ മുതലേ പ്രാർത്ഥനാലയത്തെക്കുറിച്ചും പ്രാർത്ഥനയെക്കുറിച്ചും യേശുവിന് വലിയ ബോധ്യങ്ങളായിരുന്നു. യേശു സ്നാനമേറ്റ ഉടനെ കർത്താവ് മലയിലേക്ക്, മരുഭൂമിയിലേക്ക് പോയി. ആത്മാവ് അവനെ
മരുഭൂമിയിലേക്ക് കൊണ്ടുപോയി. ഒന്നുകൂടി പറഞ്ഞാൽ പരിശുദ്ധാത്മാവ് യേശുവിനെ പ്രാർത്ഥനയിലേക്ക് കൊണ്ടുപോയി. യേശു സ്നാനപ്പെട്ടതുപോലും തക്ക സമയത്ത് യേശു സ്നാനപ്പെടാനായിട്ട് യോഹന്നാൻ്റെ അടുക്കൽ വരികയാണ്. അവിടെ യേശു പറയുന്നുണ്ട്, ഇപ്പോൾ സമ്മതിക്കുക, ഇങ്ങനെ സകല നീതിയും നിവർത്തിക്കുന്നത് നമുക്കുചിതം. പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുന്നതിന് മുമ്പ് തന്നെ യേശു യോഹന്നാനെ പറഞ്ഞ് സമ്മതിപ്പിക്കുകയാണ്. യോഹന്നാൻ പറയുന്നൊരു വാക്കുണ്ട്, ഇവൻ തീയിൽ നിങ്ങളെ സ്നാനപ്പെടുത്തും, ഞാൻ വെള്ളം കൊണ്ട് സ്നാനപ്പെടുത്തും. യേശു അടുത്ത് ചെന്നപ്പോൾ യോഹന്നാൻ പറയുന്നു, നീ എന്നെ സ്നാനപ്പെടുത്തിയാൽ മതി. ബാക്കി എല്ലാവരും യോഹന്നാൻ സർപ്പസന്തതി എന്ന് വിളിച്ചപ്പോൾ യേശുവിനെ കണ്ടപ്പോൾ അവൻ്റെ ചെരുപ്പ് കുനിഞ്ഞഴിക്കാൻ ഞാൻ യോഗ്യനല്ലെന്ന് പറഞ്ഞ് ആ യോഹന്നാൻ ആലില പോലെ വിറക്കുന്നതാകാം. എന്നാൽ യോഹന്നാൻ ബാക്കി എല്ലാവരും വിറപ്പിക്കുകയായിരുന്നു. എല്ലാ വൃക്ഷത്തിൻ്റെ ചുവട്ടിൽ കോടാലിയുണ്ട്, ഫലം കായ്ക്കാത്തതിനെ എല്ലാം വെട്ടിക്കളയുമെന്ന് പറയുമ്പോഴാണ് ഒരു 30 വയസ്സുകാരൻ ജനക്കൂട്ടത്തിൽ നിന്ന് വെള്ളത്തിലോട്ട് ഇറങ്ങി വരുന്നു. കണ്ടപ്പോഴേ വിറച്ചുപോയി. ലോകത്തിൻ്റെ പാപം ചുമക്കുന്ന ദൈവകുഞ്ഞാടാണ് ഇവൻ എന്ന് പറഞ്ഞു. യേശുവിനെ ചൂണ്ടിക്കാണിക്കുന്ന ഒരു കർത്താവിനെ നമുക്ക് കാണാം. എന്നാൽ ആ കർത്താവ് ഈ ഭൂമിയിലായിരുന്നപ്പോൾ പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുന്നതിന് മുമ്പേ യേശു പ്രാർത്ഥനയിലായിരുന്നു. അതുകൊണ്ടാണ് ഈ വാക്കുകളൊക്കെ യോഹന്നാനോട് പറയാൻ ശക്തനായി മാറിയത്. അങ്ങനെ യേശുവിനെ പരിശുദ്ധാത്മാവ് മരുഭൂമിയിലോട്ട് കൊണ്ടുപോയി. 40 ദിനരാത്രങ്ങൾ യേശു ഉപവസിച്ചു. ആത്മാവ് നയിക്കുന്ന ഉപവാസവും നമ്മൾ എടുക്കുന്ന ഉപവാസവും രണ്ടാണെന്ന് ഇതിൽ നിന്ന് നമുക്കറിയാം. ഒരു നിയോഗത്തിൽ പോയിരിക്കുന്നതും ഒരു നിയോഗത്തിൽ പ്രാർത്ഥിക്കാനിരിക്കുന്നതും മറ്റുള്ളവരുടെ നിർബന്ധത്തിലിരിക്കുന്നത് രണ്ടാണ്. ആത്മാവിൻ്റെ നിർബന്ധത്തിലിരിക്കണം, ആത്മനിയോഗത്തിലിരിക്കണം. ആത്മനിയോഗത്തിൽ എവിടെ പോയാലും സക്സസ് ആണ്. ശിമയോൻ ആത്മനിയോഗത്തിൽ ആലയത്തിൽ ചെന്നു. അപ്പോൾ യേശുവിനെ കാണാൻ കഴിഞ്ഞു, വാഗ്ദത്തം പ്രാപിക്കാനിടയായി. ആത്മനിയോഗം ഈ ദിവസങ്ങളിൽ നമുക്കത് ഉണ്ടാകട്ടെ. ഫിലിപ്പോസ് മരുഭൂമിയിലേക്ക് പോയത് ആത്മനിയോഗത്തിലാണ്. മക്കദോനിയയിലേക്ക് പൗലോസ് ശീലാസും പോയത് ആത്മനിയോഗത്തിലാണ്. ആത്മനിയോഗത്തിൽ പോകുന്നിടത്തെല്ലാം വലിയ ജയങ്ങൾ കാണാൻ കർത്താവ് ഇടയാക്കും. നമുക്ക് സംഭവിക്കുന്നതെല്ലാം പരിശുദ്ധാത്മാവ് നമുക്ക് നന്മയാക്കിയും മാറ്റാനിടയായിത്തീരും. ഇവിടെ നമ്മൾ കണ്ടത് യേശു പ്രാർത്ഥിക്കുകയാണ്, ദുഷ്ടൻ്റെ കയ്യിൽ പെടരുതേ, ദുഷ്ടൻ്റെ കയ്യിൽ പെടരുതേ. യേശു ദുഷ്ടൻ്റെ കയ്യിൽ പല പ്രാവശ്യവും പെടേണ്ടതായിരുന്നു. യേശുവിന് വേണ്ടി പ്രാർത്ഥിക്കാൻ ആരും ഉണ്ടായില്ല. സ്വയമായിട്ട് പ്രാർത്ഥിച്ചു. അതുകൊണ്ട് ഉറച്ച നിലവിളിയോടും കണ്ണുനീരോടും തന്നെ മരണത്തിൽ നിന്ന് വിടുവിക്കാൻ കഴിയുന്നവനോട് ഉറച്ച നിലവിളിയോട് കണ്ണുനീരോടുകൂടി അപേക്ഷിച്ചു. ഭയഭക്തി നിമിത്തം ഉത്തരം ലഭിച്ചു. യേശുവിൻ്റെ ഭയഭക്തിയിലാണ് മറുപടി കിട്ടിയത്. യേശു ഉറച്ച നിലവിളിയോടെ പ്രാർത്ഥിച്ചു, ഭയഭക്തിയോടെ പ്രാർത്ഥിച്ചു. മറുപടി യേശുവിന് ഉറപ്പായിട്ട് കിട്ടി. എന്താണ്? എന്നെ ദുഷ്ടൻ്റെ കയ്യിൽ കൊടുക്കരുതേ. നാം നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ആരുമില്ലെന്ന് പറഞ്ഞുകൊണ്ടിരിക്കരുത്. യേശുവിന് വേണ്ടി പ്രാർത്ഥിക്കാൻ ആരെങ്കിലും ഉണ്ടോ? യേശു ആഗ്രഹിച്ചു. ശിമോനെ ശിഷ്യന്മാരോട് പറഞ്ഞു, 3 പേരോട്, ഒരു നാഴികയെങ്കിലും എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിച്ചുകൂടെ? എൻ്റെ കൂടെ ഒന്ന് ഉണർന്നിരുന്നുകൂടെ? പരീക്ഷയിൽ അകപ്പെടാതിരിപ്പാൻ, ദുഷ്ടൻ്റെ കയ്യിൽ നമ്മൾ പെടാതിരിപ്പാൻ ഒന്ന് ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കണ്ടേ? യേശു വരെ പഠിപ്പിച്ചതാണ്, യേശു വരെ നിർബന്ധിച്ചതാണ്. അതിനുവേണ്ടി പ്രാർത്ഥിക്കാൻ 3 പേരെ വിളിച്ചുകൊണ്ട് ഗെത്സമനെ തോട്ടത്തിൽ പോയതാണ്. എന്നാൽ പ്രാർത്ഥനയിൽ പലരും തോറ്റുപോയി. യേശുവിന് വേണ്ടി പ്രാർത്ഥിച്ചു. യേശു ജയാളിയായി. പ്രാർത്ഥനയിൽ തൻ്റെ വിയർപ്പ് തുള്ളികൾ പോലും രക്തത്തുള്ളികളായി മാറി. അതുപോലെ യേശു പ്രാർത്ഥനയിൽ വളരെയധികം പ്രാർത്ഥിച്ചു, ശക്തിയോടെ പ്രാർത്ഥിച്ചു, ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചു, വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചു. രാത്രികളെ പകലാക്കി യേശു പ്രാർത്ഥിച്ചു. ദുഷ്ടൻ്റെ കയ്യിൽ പെടരുതേ. യേശു ദുഷ്ടൻ്റെ കയ്യിൽ പെടാതിരിക്കാൻ തനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു.
അതുപോലെ പത്രോസും യാക്കോബ് യോഹന്നാനും ഇവരാരും ദുഷ്ടൻ്റെ കയ്യിൽ പെടാതിരിക്കാൻ യേശു പ്രാർത്ഥിച്ചു. ഈ ദിവസങ്ങളിൽ നമ്മുടെ കുടുംബത്തിലുള്ള എല്ലാവർക്കും വേണ്ടി പേര് പറഞ്ഞ് പ്രാർത്ഥിക്കണം. അവരെ പിശാച് തൊടാതിരിക്കാൻ. യേശു എന്നിട്ട് പറയുന്നുണ്ട്, ആ നാശയോഗ്യനല്ലാതെ വേറെ ആരും നശിച്ചു പോയില്ല. കാരണം ഞാൻ പ്രാർത്ഥിച്ചു, പിതാവേ, ആ നാശയോഗ്യനല്ലാതെ വേറെ ആരും നശിച്ചില്ല. എൻ്റെ അപേക്ഷ അങ്ങ് കേട്ടു, നീ എന്നോട് കൂടി ഇരുന്നു, എൻ്റെ എല്ലാ പ്രാർത്ഥനയും നീ കേട്ടു. യേശുവിന് ഭയങ്കര ധൈര്യമായിരുന്നു. എന്താണ്? പിതാവേ, നീ എൻ്റെ അപേക്ഷ കേൾക്കുന്നു എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ ധൈര്യം. ലാസറിൻ്റെ കല്ലറക്കൽ യേശു ഇത് പറയുന്നുണ്ട്, യോഹന്നാൻ 11, നീ എപ്പോഴും എൻ്റെ അപേക്ഷ കേൾക്കുന്നു. അപ്പം നമുക്ക് ദൈവത്തോടുള്ള ധൈര്യം അതാണ്. നമ്മൾ എന്തപേക്ഷിച്ചാലും അവൻ നമ്മുടെ അപേക്ഷ കേൾക്കുന്നു എന്നുള്ളത് നമുക്ക് അവനുള്ള ധൈര്യമാണെന്ന് 1 യോഹന്നാനിൽ നമ്മൾ വായിക്കും. നമുക്ക് ഭയങ്കര ധൈര്യമാണ്. നമ്മൾ എന്തപേക്ഷിച്ചാലും അവൻ നമ്മുടെ അപേക്ഷ കേൾക്കുന്നു. യേശുവിൻ്റെ മാറിൽ ചാരിയ യോഹന്നാൻ പ്രാർത്ഥന പച്ചയായി കണ്ടതാണ്. ഏത് പ്രാർത്ഥനയ്ക്കും അതുപോലെ തന്നെ കൃത്യതയുള്ള മറുപടി ഉണ്ടെന്ന് കണ്ടവനാണ് യോഹന്നാൻ. അതുകൊണ്ട് അങ്ങനെ എഴുതി വെച്ചത് നമുക്ക് അവനോടുള്ള ധൈര്യമാണ്. എന്തപേക്ഷിച്ചാൽ ദുഷ്ടൻ്റെ കയ്യിൽ കൊടുക്കരുതേ. നമ്മുടെ പ്രിയപ്പെട്ടവരാരും ചതിയിൽപ്പെടരുത്, പിന്മാറിപ്പോകരുത്, ദൈവകൃപയിൽ നിന്ന് പോകരുത്. പിശാച് അവരെ വല വീശരുത്. അവർ പഴയ അടിമ നുകത്തിൽ പോയി കുടുങ്ങരുത്. ഒരിക്കൽ ചെയ്ത പാപം വീണ്ടും ചെയ്യാൻ ഇടയാകരുത്. അവരെ ദുഷ്ടൻ്റെ കയ്യിൽ നിന്ന് കർത്താവ് വിടുവിക്കും. എത്രയോ പേര് യേശുവിനെ അറിഞ്ഞ ശേഷം പിന്മാറിപ്പോയി. പിന്മാറിപ്പോയാൽ പ്രസാദമില്ലെന്നും എബ്രായ ലേഖനത്തിൽ പറയുന്നു. ഈ സത്യം അറിഞ്ഞ ശേഷം പിൻവാങ്ങിപ്പോയാൽ വേറൊരു പരിഹാരവുമില്ല. യേശുവിനെ സ്വീകരിച്ച ശേഷം വീട്ടുകാരുടെ നിർബന്ധവും ചില മോഹന വാഗ്ദാനങ്ങൾ നിമിത്തം പിന്മാറിപ്പോകുന്ന ചിലരെ എനിക്കറിയാം. അത് നിന്റെ അവകാശം നഷ്ടപ്പെടുത്തിക്കൊണ്ടാണ് പോകുന്നത്. വീട്ടുകാർ തരുന്ന 10 സെൻറ്റ് ഭൂമിയും ഒരു വീടും ഒരു കൊച്ചു വിവാഹവും ഇതുകൊണ്ട് നിന്റെ ജീവിതമായില്ല. മരണത്തിനപ്പുറം ഒരു ജീവിതമുണ്ട്. നീ വീട്ടുകാരുടെയും ബന്ധുക്കളുടെയും വാക്ക് കേട്ട് നീ പിന്മാറിപ്പോയാൽ നിന്നെ രക്ഷിക്കാൻ ലോകത്ത് ആരുമില്ലാതെ പോകും. മരണം ഒരു നാൾ വരും. ആ സമയത്ത് നിന്നെ രക്ഷിക്കാൻ നിന്റെ വീട്ടുകാരുണ്ടാകത്തില്ല. നിത്യ നരകാഗ്നിയിൽ പോയി നീ വീഴുമ്പോൾ നിന്നെ സഹായിക്കാൻ ആരുമുണ്ടാകാത്തൊരു സമയം വരും. 10 സെൻറ്റ് ഭൂമിയോ നിനക്ക് ലഭിക്കുന്ന നന്മകളോ ഈ ലൗകിക സുഖങ്ങളോ ഒന്നും നിനക്കുണ്ടാകില്ല. നിനക്ക് നിന്റെ ശരീരം പോലും ഉണ്ടാകത്തില്ല. നീ നിത്യ നരകത്തിയിലേക്ക് വീഴും. രക്ഷിക്കപ്പെട്ട ഒരു ദൈവ പൈതൽ പിന്മാറിപ്പോകാൻ പിശാച് നോക്കുന്ന തന്ത്രങ്ങളിൽ നിന്ന് ആ വ്യക്തി വിടുതൽ പ്രാപിക്കാൻ അവർക്ക് വേണ്ടി നാം പ്രാർത്ഥിക്കണം. പല പെൺകുട്ടികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, ആൺകുട്ടികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. വെറും ഒരു സ്നേഹബന്ധവും പ്രേമബന്ധത്തിന് വേണ്ടി യേശുവിനെ തള്ളിക്കളഞ്ഞുകൊണ്ട് പോയ പലരുണ്ട്. അവർ നഷ്ടപ്പെടുത്തിയത് സ്വർഗമാണ്, നിത്യതയാണ്, മരണാനന്തര ജീവിതമാണ്. ഈ ലോകത്തിലെ ചെറിയ ജീവിതമല്ല അവർ നഷ്ടപ്പെടുത്തിയത്, മരണാനന്തര നിത്യത. ഒരുവൻ സർവ്വലോകവും നേടിയിട്ടും തൻ്റെ ആത്മാവിനെ നഷ്ടപ്പെടുത്തിയാൽ അവൻ എന്ത് പ്രയോജനം? ദുഷ്ടൻ്റെ കയ്യിൽ നിന്ന് ഇവരെ കാക്കണമേ. ഇവരെ പ്രലോഭനങ്ങളിൽ ഉൾപ്പെടുത്തരുത്. യേശു പ്രാർത്ഥന പഠിപ്പിച്ചപ്പോഴും ഇതാണ് പറഞ്ഞത്. അത് തന്നെയാണ് യേശു പ്രാർത്ഥിക്കുന്നത്. കർത്താവേ, ദുഷ്ടൻ്റെ കയ്യിൽ ഇവരെ കൊടുക്കരുതേ, ചതിയിൽപ്പെട്ടു പോകരുതേ, ദൈവകൃപ വിട്ടു പോകരുതേ. ഈ ആദ്യ വിശ്വാസം അവസാനം വരെ പിടിക്കുവാൻ അവർക്ക്, നല്ല പോർ പൊരുതി ഓട്ടം തികച്ച് വിശ്വാസം കാക്കുവാൻ അവർക്ക് കൃപ കൊടുക്കണേ. ആത്മാർത്ഥമായിട്ട് ദാഹിക്കണം, പ്രാർത്ഥിക്കണം. നമ്മുടെ കുടുംബത്തിൽ ആരും നഷ്ടപ്പെട്ടു പോകാൻ, നമ്മുടെ വീട്ടുകാർ, നമ്മുടെ ബന്ധുക്കൾ, നമ്മുടെ ചാർച്ചക്കാർ ആരും പിശാചിൻ്റെ ചതിയിൽ പോയി വീണ്ടും അടിമ നുകത്തിൽ കുടുങ്ങരുത്. ക്രിസ്തുവിലുള്ള ഈ സ്വാതന്ത്ര്യം ഒരിക്കലും നഷ്ടപ്പെട്ടു പോകും. പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കും. നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കും, ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. അവസാനം വരെ നമുക്ക് നിലനിൽക്കണം. യേശുവിൻ്റെ വരവിൽ എടുക്കപ്പെടണം.
കാഹളം ധ്വനിക്കുമ്പോൾ ഇവിടുന്ന് പറക്കണം. ഈ ഭൂമിയുടെ ഏറ്റവും ഒടുവിലത്തെ സീസണിൽ നമ്മൾ എത്തിക്കഴിഞ്ഞു. അന്ത്യകാലത്ത് ദുർഘട സമയങ്ങൾ വരും. എല്ലാ അനർത്ഥങ്ങളും പിശാച് അലറുന്ന സിംഹം പോലെ ഓടി നടന്ന് എല്ലാ അനർത്ഥങ്ങളും അഴിച്ചുവിടും. ഇതിൻ്റെ നടുവിൽ നിൽക്കുന്നു എന്ന് തോന്നുന്നവൻ വീഴാതിരിക്കാൻ കർത്താവിൻ്റെ കൃപയിൽ ആശ്രയിക്കാം, പ്രാർത്ഥിക്കാം. യേശുവേ, ഈ സത്യങ്ങൾ ഞാൻ ഈ മക്കൾക്ക് കൊടുത്തു. ഇവർ ഈ വചനത്തെ മുറുകെ പിടിക്കട്ടെ. കൃപയുടെ വചനത്തിൽ ഇവരെ ഞാൻ ഭരമേൽപ്പിക്കുന്നു. ഒരാൾ പോലും പിശാചിൻ്റെ കെണിയിൽ പെടരുതേ. പിശാച് ഒരാളെയും വഞ്ചിക്കരുതേ. ഇവരുടെ രക്ഷ, ദൈവകൃപ നഷ്ടപ്പെടരുതേ. ഇവർ പ്രാപിച്ച അഭിഷേകത്തിൽ നിന്ന് ഇവർ പിൻവാങ്ങരുതേ. ഇവരെ ചതിക്കാൻ ആർക്കും കഴിയരുത്. ഇവർ സൗഖ്യവും സമാധാനവും അഭിവൃദ്ധിയുമുള്ളവരായി യേശുവിന് വേണ്ടി ഫലം കായ്ക്കട്ടെ. യേശുവിൻ നാമത്തിൽ ആമേൻ. കർത്താവിൻ്റെ മക്കളെ യേശു അനുഗ്രഹിക്കട്ടെ. ഈ ദിവസം നമുക്ക് അനുഗ്രഹമാകാം. അതിനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. പിശാച് കൊണ്ടുവരുന്ന എല്ലാ തന്ത്രങ്ങളെയും നമുക്ക് ഓവർകം ചെയ്യാം. ഗോഡ് ബ്ലെസ് യു.